ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായ സംഭവത്തിൽ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ടി സുലേഖ, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഉത്തരവായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു നടപടി. അതേസമയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ മറ്റു 4 വിദ്യാർത്ഥികൾ കൂടി അതിക്രൂര റാഗിങ്ങിന് ഇരയായതായി വിവരം പുറത്തുവന്നു. നേരത്തെ പരാതി നൽകിയ ഇടുക്കി സ്വദേശി ലിബിൻ കൊടുത്ത മൊഴിയിലാണ് മറ്റു 4 പേർ കൂടി ഉപദ്രവിക്കപ്പെട്ടെന്ന വിവരം പുറത്തായത്. ഇവർ പരാതി നൽകിയിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ ശരീരമാസകലം ഷേവ് ചെയ്തെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ മാസം 10 രാത്രി 11 ശേഷമായിരുന്നു പീഡനം. ലിബിൻ നൽകിയ പരാതിയിൽ അറസ്റ്റിലായ കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KP രാഹുൽ രാജ, സാമുവൽ ജോൺസൺ, NS ജീവ, C റിജിൽജിത്ത്, NV വിവേക് എന്നിവർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയതും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സീനിയേഴ്സ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനെ തുടർന്ന് അജിത്ത്, ദിലീപ്, ആദർശ്, അരുൺ എന്നിവരാണ് റാഗിംഗ് ചെയ്യപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല. അതേസമയം ലിബിനെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പ്രതികൾ അമലിനോട് നിർദ്ദേശിച്ചു. ഈ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായി പോലീസിന് ലഭിച്ചതും. ഇതിനുശേഷം ഏറെ നേരം അമലിനെ മുട്ടുകാലിൽ നിർത്തിയെന്നും കവിളിൽ അടിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബോയ്സ് ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് മുകളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് ശരീരമാസകലം ഷേവ് ചെയ്തത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നു. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ദേശീയ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ കേസെടുത്തു. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് ദേശീയ കമ്മീഷൻ നിർദ്ദേശം നൽകി. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളും വിശദീകരണം സമർപ്പിക്കണം. കോട്ടയത്ത് നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.